താരണത് അമ്മാമ്മ വീഴോന്ന് നമുക്ക് പേടി. മണ്ണ് ഞാൻ കണ്ടിട്ടേ ഇല്ല. മണ്ണല്ലത്, മഞ്ഞാണ്. ഫോട്ടോ എടുക്കണോന്നാ? ഫോട്ടോ എടുക്ക, വീഡിയോ എടുക്ക. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നല്ല. എല്ലാരോടും ഒരുങ്ങിക്കൊണ്ടിരിക്കേണ്ട നമ്മളിന്ന് സ്നോ പോയിന്റ് കാണാനായിട്ട് വന്നേക്ക്. ഹലോ ഹലോ, ഉഷാറായി. ഇനി മറ്റേ ജാക്കറ്റൊക്കെ ഒരു രക്ഷയില്ലെന്ന്. അധികം തണുപ്പൊന്നുമില്ല. നമ്മുടെ ഈ ഫ്രീസറിന്റെ ഉള്ളിൽ കയറിയിരിക്കൂലേ, അത്രയും നിസാരം. അതെ, ഒരു ജാക്കറ്റ് എല്ലാം കൊണ്ടോ? ഇല്ല, ഇത് തള്ളവരലിന്റെ ഉള്ളിൽ കയറട്ടെ. കാല് കാണിച്ചു കൊടുത്തേ. കാല് ഷൂവാണ്, ചില്ലറക്കളിയല്ല. നമ്മളെ ഏകദേശം മഞ്ഞുമലയുടെ ചുറ്റുമെത്തിക്കഴിഞ്ഞു. ഇതിങ്ങനെ ഒരു സംഭവമുണ്ട്. ഇതിനകത്തൊന്ന് കയറാൻ വേണ്ടി എത്ര ആകും എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കട്ടെ. നമ്മളോ 10 ആദ്മിയെ 1200 പൂച്ചയാകാം. ഒരാൾക്കേ 1200 രൂപ. ഇവിടത്തെ തൊഴിലുറപ്പുകാരുടെ പണി എന്ന് പറഞ്ഞാൽ മഞ്ഞെടുത്ത് മാറ്റില്ലാണ്ട് ഓരോ വീടിന്റെ ഫ്രണ്ടിൽ നിന്നും. നടന്നോ, കുഴപ്പമില്ല. ധാരണത് അമ്മാമ്മ വീഴോന്ന് നമുക്ക് പേടി. പേടി വീട്ടോ കാണിക്കോന്ന് പറഞ്ഞാൽ കാണിച്ചിരിക്കും. എനിക്ക് കാണാൻ പറ്റൂലെന്ന് തോന്നണ്ടാന്ന്. അല്ല ഐറു അവിടെ മോളെ ഐസ് കണ്ട നോക്കിയാണ് വെച്ചെല്ലാം. എല്ലാരും ഐസിൽ കളിക്കും ഗാവേറിയാ നിന്റെ മെയ്യിൽ കൊച്ചിരിക്കണോക്കിയാണേ. ഞാൻ കണ്ടിട്ടേ ഇല്ല. മണ്ണല്ലത്, മഞ്ഞാണ്. നോക്കിയാ മലയുടെ മുകളിലേക്ക് നോക്കിയപ്പോ അവിടൊക്കെ മൊത്തം ഇതാണ്. അപ്പോഴും അമ്മാടെ ഇതിന് വിളിയായിരുന്നു. കുഞ്ഞോളെ എന്തോന്ന് വിളിയാക്ക് കുഞ്ഞോളെ. മാമേ എന്തെന്നാണ് പറഞ്ഞത്? ഫോട്ടോ എടുക്കണോന്നാ? ഫോട്ടോ എടുക്ക, വീഡിയോ എടുക്ക. കേറിക്കോ എടി, ആരെങ്കിലും മാമനെ പിടിക്കുന്ന? അത് തന്നെ, കേറിക്കോ. അത് തന്നെ, കഴിഞ്ഞു. കേറി അമ്മാമ അല്ല മേച്ചേച്ചി കേറി. ഇനി ഇപ്പുറത്തെ रुको इसको पकड़ो ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു കുതിരപ്പുറത്ത് കയറിയിട്ടാണ് അങ്ങോട്ട് പോയത് കേട്ടോ. അമ്മാമനെ പിടിക്കണം. ഞാൻ പോയി പിടിക്കട്ടെ. മാമേ ഓക്കേണാ? റസ്മി തിരിഞ്ഞു നോക്കിയേ.
അങ്ങനെ നമ്മൾ ഇതേ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തെത്തി. ഇവിടെ അവിടെ ഒരു കഫേ ഉണ്ട്. അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അമ്മമ്മ അതിനകത്തൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. ഞങ്ങളിതേ ഓരോരോ ട്രേഡിലായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഹാപ്പി ജേണി. ചെന്നിട്ട് വിളിക്കണം. ഏതോ ടാറ്റാ ടാറ്റാ. അഞ്ചോയ്, നിന്റെ മലയാറ്റൂര് മല കയറാൻ വിളിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ആ പറഞ്ഞു എന്റെ ശിഷ്യായിട്ടാണ്. എന്റെ അമ്മേ, തിരിച്ചു പറന്നു വരാം, അതാണ് ആകെയുള്ള ആശ്വാസം. എന്റെ അമ്മേ, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നല്ല. മുകളിലേക്ക് ഇനി അത്രയും കയറണം, എവിടെ കയറണം. തിരിച്ച് പറന്നു വരാന്നുള്ള ഒറ്റ പ്രതീക്ഷയിൽ കയറിയതാണ്. പക്ഷേ എൻ്റെ അമ്മേ, തിരിച്ച് ഇതേപോലെ പറന്നു പോവാ. അമ്മേ, ഇത് കയറണമെങ്കിൽ ഏറ്റവും മുകളിലെത്തണം. കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു കണക്കിന് മുകളിലെത്തിയപ്പോൾ തന്നെ ഹെൽമെറ്റും പാരച്യൂട്ടിൻ്റെ ബാഗും എല്ലാം സെറ്റ് ചെയ്തിട്ട് അവരോരോ ഇൻസ്ട്രക്ഷൻസൊക്കെ തന്ന് ഓടണം, ഓടി വേണം ചാടാനെന്ന് പറഞ്ഞു. പക്ഷേ ഓട്ടം തുടങ്ങിയപ്പോൾ തന്നെ കാലൊക്കെ കൂടി കൊച്ചി പിടിച്ച് എനിക്ക് ഓടാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവരുടെ വായന്ന് നല്ല പുളിച്ച തെറിയും കേട്ടിട്ട് ഇതേ എന്നെയും ആ ഗൈഡിനെയും കൂടി എടുത്ത് അവരെ എറിഞ്ഞു മലയുടെ താഴേക്ക്. ഇതേ പോണു ഞങ്ങൾ. അത്യാവശ്യം നല്ല പേടിയുള്ളതുകൊണ്ട് പാട്ടൊക്കെ പാടിയാണ് ഞാൻ ഇരിക്കണത്. ആരും വിചാരിക്കുന്നത് പേടീനെ കൺട്രോൾ ചെയ്യാൻ വേറൊരു വകുപ്പ് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ആദ്യത്തെ പാരാഗ്ലൈഡിങ് നല്ല സൂപ്പറായിരുന്നു. 1000 രൂപയാണ് ചാർജ് വരുന്നത്. ഫ്ലൈറ്റ് മോഡ് പാരച്യൂട്ടിൽ ആദ്യത്തെ അനുഭവം. അയ്യോ അടിപൊളി. ഞാൻ കുറച്ച് കിടക്കട്ടെ. അടിപൊളി. നീ വീഡിയോ എടുക്കുമ്പോഴേ ഇതിപ്പോ അങ്ങനെ സുഖമായിട്ടില്ല. ഇപ്പൊ സുഖമായിട്ടില്ല. അത് ഇങ്ങനെ റൗണ്ട് അല്ലടാ അവരത് വെച്ചതൊക്കെ പോസ്റ്റ് ചെയ്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട്. അങ്ങനെ ആക്ടിവിറ്റീസിലൊക്കെ ഏകദേശം ഒരു വിധം കയറി കഴിഞ്ഞ് ഞങ്ങൾ ഈ മഞ്ഞ് കൊണ്ട് പാവ ഉണ്ടാക്കണ ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനകത്തേക്ക് കിടന്ന്. അപ്പോൾ അഞ്ചോണ് അതിൻ്റെ നേതൃത്വം വഹിക്കണത്. അതേ അഞ്ചോടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ഇരിക്കണത് ബെൽറ്റൊക്കെ കഴുത്തി കൂടെയൊക്കെ ഇട്ട്. ഇതേ ഇത് സ്നോ ബീർ അങ്ങനെ എന്താണ് എൻ്റെ പേര്. എന്തായാലും എല്ലാവരും എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച്. എല്ലാവരും ശ്രദ്ധയ്ക്ക് നമ്മുടെ മണാലി ട്രിപ്പ് ഏകദേശം ഈ ഒരു ചായയോട് കൂടി അവസാനിക്കാണ്. അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ? അമ്മാമേ ഓക്കെ അല്ലേ? അമ്മാമ മുടി കെട്ടാണ്. നിങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നോ വലിച്ചു വാരി. അമ്മാമ എവിടെ ഒരുങ്ങെല്ലാം റെഡിയാക്കിട്ട്. അല്ലേ നമ്മുടെ സൗന്ദര്യം നമ്മ നോക്കണ്ടേ അമ്മാമേ? അല്ല പിന്നെ 10 ആള് പറഞ്ഞാണ് അവിടെ ഈ ഇതേപോലെ ഇരിക്കാനൊന്നും നമുക്ക് പറ്റൂല. അമ്മാമ കേട്ടമ്മാമേ, രാവിലെ എഴുന്നേറ്റുള്ള കുളി, അത് കഴിഞ്ഞിട്ടുള്ള മുടി കെട്ട്, അത് തന്നെ അമ്മാവ വീട്ടിൽ എങ്ങനെയാണോ നടക്കണേ അതേപോലെ തന്നെ പോയി. കിളി പോയി. കാലൊക്കെ പൊട്ടി പണ്ടാതെ വയ്ക്കണേ. അതെ സോക്സ് ഇടാൻ പറയുമ്പോ സോക്സ് ഇടണം. അത് കേക്കാതെ നോക്കിയല്ലേ. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി മഞ്ഞിനെയും മഞ്ഞുമലകളെയും വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ തിരിച്ച് ഡൽഹിയിലേക്ക് യാത്രയായി.